ഹൈ മക്കളെ, എടാ നമ്മളെ മൂന്നാമത്തെ ചാപ്റ്ററിലെ വൺ ഓഫ് ദ ബെസ്റ്റ് അഥവാ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഥവാ ഓക്സീകരണ നമ്പർ കണ്ടെത്താൻ പറഞ്ഞ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാതെ പോകാൻ പറ്റൂലല്ലോ. എന്താണ് ക്വസ്റ്റ്യൻ? അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Mn അഥവാ മാംഗനീസിന്റെ ഉണ്ട് MnO2 is +4 ആണ്. MnO2 Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഥവാ ഓക്സീകരണ നമ്പർ എത്രയാടാ? +4 എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ Mn2O3 Mnന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എത്ര അഥവാ ഓക്സിജൻ നമ്പർ എത്ര എന്ന് ചോദിച്ചത്. ഒന്നുമില്ല, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാ? Mn2O3 അല്ലെ എഴുതാണേ. Mn2O3 ഇതില് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്സിജന്റെ നമ്പർ കാണാൻ പറഞ്ഞു. ഇപ്പൊ തന്നെ മക്കൾ പഠിച്ചു വെച്ചോ, ഒന്നുമില്ലടാ, സിമ്പിൾ ആയിട്ട് മാഷ് പറഞ്ഞു തരാ. ഇവിടെ രണ്ടാൾക്കാരുണ്ടാവും. അതായത് ഇവിടെ Mn എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഓക്സിജൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇതിൽ എന്ത് ചെയ്യും ചോദിച്ചാൽ ഒരാളെ ഓക്സിജന്റെ നമ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഒരാളെ ഓക്സിജൻ നമ്പർ എന്ത് ചെയ്യടാ? ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അപ്പൊ ഹിന്റ് ആയിട്ടുണ്ടാവും ഓക്സിജന്റെ ഓക്സിജൻ നമ്പർ എത്രയാടാ? -2 എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെന്ന് വിചാരിച്ചു. ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടി. സർ ഇനി എന്താ ചെയ്യേണ്ടത്? ഓക്സിജന് -2 ആണ്, അത് നമ്മൾ ഓക്സിജന്റെ മുകളിൽ എഴുതി കൊടുത്തു. ഇനി നമുക്ക് തൊട്ടപ്പുറത്തെ ആള്, നമുക്ക് അറിയാത്ത ആളത് കണ്ടെത്തണം. ആ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് എന്ന് എടുക്കുന്നു. അറിയാത്ത ഒരാളത് എക്സ് എന്ന് എടുക്കുന്നു. അപ്പൊ x + -2 = 0 എന്നാണ് വരേണ്ടത്. ഈ ഒരു കൺസെപ്റ്റ് ആലോചിച്ചാൽ സീറോക്ക് വലിയ പ്രസക്തി ഒന്നുമില്ല, വേണ്ട. അപ്പൊ എല്ലാവരും രണ്ടാളുടെ കൂടെ കൂട്ടിയാൽ, രണ്ടാൾ ഓക്സിജൻ നമ്മളോട് കൂട്ടിയാൽ നമുക്ക് 0 കിട്ടിക്കോളണം. അതുവരെ സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കണം. Mn മാത്രമാണെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഒരു Mn മാത്രമേ ഉള്ളൂ. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് Mn2 ആണ് സർ. Mn2 എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുക? Mn2 എന്ന് പറയുമ്പോൾ 2 Mn ഉണ്ടല്ലേ, 2 മാംഗനീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സർ ഒരു Mn നമ്മൾ എക്സ് എടുത്തത്, അപ്പൊ 2 Mn ആവുമ്പോൾ എന്താവും? 2x ആവും. സോ സിമ്പിൾ സർ, 2x ആണ്. അതും കിട്ടിയല്ലോ, 2x എന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ട എന്താ? 2x പ്ലസ് കൂട്ടണം. 2x പ്ലസ് കൂട്ടി നമ്മൾ കൂട്ടാണേ. ആരടാ? ഈ -2 അഥവാ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സിജന്റെ ഓക്സിജൻ നമ്പർ ആണ് -2. അപ്പൊ ഒരു ഓക്സിജൻ ആണെങ്കിൽ -2. അപ്പൊ 3 ഓക്സിജൻ ആണെങ്കിൽ എന്താ വരിക സർ? -2 × 3 ചെയ്താൽ പോരെ. അപ്പൊ -2 × 3 ചെയ്തു = എത്ര വരിക? 0 എന്ന് വരും. ഇതുവരെ സെറ്റ് ആക്കി വെക്കുക. ഇത് കഴിഞ്ഞിട്ട് ബോർഡ് മാസ് പ്രകാരം നമുക്കറിയാം ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ളതാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത്. -2 × 3 ചെയ്താൽ എത്രയാണ് ഉത്തരം കിട്ടുക? -2 × 3 എന്ന് പറഞ്ഞാൽ -6 എന്ന് കിട്ടും സർ. -6 എന്ന് കിട്ടും. സോ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഈ 2x നേരെ താഴേക്ക് എടുത്ത് എഴുതിയാലോ? എഴുതാ. അപ്പൊ സർ ഇവിടെ ഒരു പ്ലസ് ഉണ്ടല്ലോ, ഈ പ്ലസും ഇവിടെ ഒരു മൈനസും ഉണ്ടല്ലോ. അവിടെ എന്താ ചെയ്യേണ്ടത്? എടാ പ്ലസും മൈനസും വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, മൈനസിനാണ് ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി മൈനസിനാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2x ഇങ്ങോട്ട് എടുത്ത് എഴുതി സർ. എവിടെ പോയി? 2x -6 = എത്രടാ വരിക? 0 എന്ന് വരും. സോ സിമ്പിൾ സർ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2x = ഈ പ്ലസ് ഈ -6 എന്ത് ചെയ്യുന്നു? നേരെ പ്ലസിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. -6 നേരെ എന്ത് ചെയ്യുന്നു? പ്ലസിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്താ അവിടെ? -6 എന്നുള്ളത് +6 ആയിട്ട് മാറും. =0. അപ്പൊ 2x = +6 ആണ്. അങ്ങനെയാണെങ്കിൽ x ഓരോ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാണ്. x എന്താ വരിക? 2x എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ 1x എന്ന് പറഞ്ഞാൽ എന്താ വരിക സർ? ഇവിടെ നോക്കടാ, ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. ഇവിടെ -6 ആണല്ലോ, ഇത് നേരെ +6 ആയിട്ട് മാറിയില്ലേ. അപ്പൊ എന്താ വരിക? Mnന്റെ ഓക്സിഡേഷൻ ചോദിച്ചാൽ 2x പറഞ്ഞാൽ +6 ആണ്. അപ്പൊ 1x എന്ന് പറഞ്ഞാൽ x = 6/2 ഉത്തരം എത്ര വരിക? +3 എന്ന് കിട്ടും. അപ്പൊ പരിപാടി കഴിഞ്ഞു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണൽ ഇങ്ങനെ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടതാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ +4 ആണ്, അതോടെ കിടക്കട്ടെ. ഇത് നമ്മൾ ഓക്സിജന്റെ നമ്പർ കണ്ടുപിടിച്ചതാണ്. എത്രയാണ് ഉത്തരം കിട്ടിയത്? +3 എന്ന് കിട്ടി. ഇനി എന്റെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ചോദിച്ചാൽ, പോസിറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എന്താ ചെയ്യുക? ഇലക്ട്രോണുകളെ ലോസ് ചെയ്യും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യൂടാ? ഗെയിൻ ചെയ്യും, അഥവാ ഇലക്ട്രോണുകളെ വാങ്ങും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതാ Mn2O3 Mnന്റെ ഓക്സിജൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടെത്തി. Mn2O3 എത്രയാടാ വരിക? Mn2O3 എന്ന് പറയുമ്പോൾ +3 ആണ് ഓക്സിഡേഷൻ നമ്പർ. സോ സിമ്പിൾ സർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെന്റ് വ്യത്യസ്ത ഓക്സിജൻ അവസ്ഥ കാണിക്കുന്നു, അഥവാ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. എന്താ ഈ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരാളിന് x എന്ന് പറഞ്ഞ ആളിന് ചിലപ്പോൾ +2 എന്നുള്ള ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കും, +3 എന്ന് പറഞ്ഞ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കും, +4 എന്ന് പറഞ്ഞ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കും. അതായത് ഒരേ ആൾക്കാരെ ഒരേ എലമെന്റിന് വ്യത്യസ്ത ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കും. ഇതിന്
ഇതിനെ നമ്മൾ എന്ത് പറയാ, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ അഥവാ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ റീസൺ ചോദിച്ചു, ഒന്നുമില്ലടാ, ഇന്ന ട്രാൻസിഷൻ അഥവാ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിന്റെയും അഥവാ സംക്രമണ മൂലകം ട്രാൻസിഷൻ എലമെന്റ് ബാഹ്യതമ ഷെല്ലിന്റെയും ബാഹ്യതമ സബ്ഷെല്ലിന്റെയും തൊട്ടുള്ളിലുള്ള ഡി സബ്ഷെല്ലിന്റെയും ഊർജ്ജങ്ങൾ തമ്മിൽ അഥവാ നേരിയ വ്യത്യാസമുണ്ട്. സ്ലൈറ്റ്ലി ഡിഫറൻസ് ആണ്, അഥവാ അവസാനത്തെ ബാഹ്യതമ ഷെല്ലിന്റെയും അതിന് തൊട്ടുള്ളിലുള്ള ഡി സബ്ഷെല്ലിന്റെയും ഊർജ്ജങ്ങൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, നേരിയ വ്യത്യാസമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യാൻ കാരണം, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ കാരണം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾക്കുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതൊന്ന് ചെയ്തിട്ട് പെട്ടെന്ന് പറയണേ. FeCl2 ക്ലോറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് -1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തോളിട്ടോ. ക്ലോറിന്റെ -1 ആണ്, Feന്റെ x കൊടുത്തു, x + -1 = 0 ആണ്. മാഷ് ഒന്ന് വെറുതെ എഴുതി തരാം. x പ്ലസ് ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട്? 2 ക്ലോറിൻ ഉണ്ട് സർ. അപ്പൊ -1 × 2 = 0 ആണ്. ഇനി അപ്പൊ Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് പെട്ടെന്ന് കണ്ടെത്തി എന്ത് ചെയ്തോളി, കമന്റ് ചെയ്തോളി. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.